നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരുതി വച്ച അവലും മലരും കുന്തിരിക്കുവുമെന്നും ഇനി പ്രയോജനപ്പെടില്ല. SDPIയെ കാത്തിരിക്കുന്നത് സമ്പൂർണ്ണ നിരോധനം. SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ സംസ്ഥാനത്തെ SDPI ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തെ SDPI ഓഫീസുകളിലുമൊക്കെ റെയ്ഡുകൾ ശക്തമായി നടന്നു. രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിലായി 12 ഇടങ്ങളിൽ ആദ്യഘട്ട റെയ്ഡ്. തുടർന്നും റെയ്ഡുകൾ സംഘടിപ്പിക്കുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ. നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ 2022 കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുൻപ് EDയും വിവിധ അന്വേഷണ ഏജൻസികളും സംസ്ഥാന പോലീസ് സേനകളുമൊക്കെ തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തിയിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മലയാളിയായ MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെ നടക്കുന്ന നിരവധി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. അഖിലേന്ത്യാ പ്രസിഡന്റായ തൃശൂർ പട്ടിക്കാട് സ്വദേശിയാണ് ഫൈസി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് ED ഫൈസിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. നിയമവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശൃംഖലകൾ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകളെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നു. നേരത്തെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ തുടർച്ചയായി റെയ്ഡുകൾ സംഘടിപ്പിക്കുകയും തുടർന്ന് സംഘടനയെ നിരോധിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ. അതിൻ്റെ 100-ലേറെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അന്ന് അറസ്റ്റിൽ പെടാതിരുന്ന ഒരു നേതാവാണ് ഫൈസി. 2022 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നു. ഫൈസി അറസ്റ്റിലാകുന്നില്ല. എന്നാൽ ഫൈസിയെ പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. തുടർച്ചയായി 2 വർഷം ഫൈസിയെ നിരന്തരം നിരീക്ഷിച്ചു വന്ന അന്വേഷണ ഏജൻസികൾ ഒടുവിലിത ഊർപ്പടക്കം പിടിച്ചിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഫൈസി. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് പൂർണ്ണസമയ പ്രവർത്തനത്തിലേക്ക് SDPIയിലേക്ക് പിന്നീട് ഫൈസി ചുവടുമാറ്റി. പോപ്പുലർ ഫ്രണ്ടിനൊപ്പം SDPI എന്തുകൊണ്ടെന്ന് കേന്ദ്ര സർക്കാർ നിരോധിച്ചില്ല എന്ന ചോദ്യം പൊതുവെ പല കോണുകളിൽ നിന്നും ഉയർന്നു. SDPI രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന വിധത്തിൽ ചില വാദങ്ങൾ ഉയർന്നു. എന്നാൽ രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ യാതൊരു വിധത്തിലും ഭീകരപ്രവർത്തനം അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. SDPIയുടെ മുദ്രാവാക്യങ്ങളും ആശയപ്രചരണങ്ങളും സമ്മേളനങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായി തുടർച്ചയായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷണത്തിലാക്കി. പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു രൂപഭാവമാണ് SDPI എന്ന് എളുപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പല പ്രവർത്തകരും SDPI എന്ന സംഘടനയിലേക്ക് ചുവടുമാറ്റി. പോപ്പുലർ ഫ്രണ്ടും SDPIയും തമ്മിൽ ഇപ്പോൾ വ്യത്യാസമില്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തിനായി രാജ്യത്തിന് പുറത്തുനിന്ന് നിയമവിരുദ്ധമായി ഒഴുകിയെത്തിയ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തത് SDPI എന്ന സംഘടനയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഫൈസിയുടെ അറസ്റ്റും തുടർന്ന് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ റെയ്ഡുകളും. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടത്? സമാനമായ സാഹചര്യമാണ് SDPIയുടെ കാര്യത്തിലുമുള്ളത് എന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു. ഇന്നലെ ഡൽഹിയിലെ SDPI ദേശീയ ഓഫീസിലും ശക്തമായ റെയ്ഡുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. ബംഗളൂരു, ചെന്നൈ, കൽക്കത്ത, ലക്നോ, ജയ്പൂർ, താനെ, ഹൈദരാബാദ്, റാഞ്ചി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും മലപ്പുറത്തെ ചില കേന്ദ്രങ്ങളിലുമൊക്കെ ED റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ്. SDPIയും നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം പിരിക്കുന്നതെങ്ങനെ എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖം വെളിയിൽ വരാത്ത രീതിയിലുള്ള പണപ്പിരിവുകളും പ്രവർത്തനങ്ങളുമൊക്കെ സജീവമായി ഇപ്പോഴും തുടരുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ് ഈ റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ധനസമാഹരണം നടത്തുന്നത്. ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും ഇന്ത്യയിലേക്ക് പണക്കൈമാറ്റം നടക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പാർട്ടി സമാനമായ പല സംഘടനകളും ഇതിനകം തന്നെ രൂപീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനമായ കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നടത്തിയ തെരച്ചിലിനിടെ 2018 ഡിസംബർ 14 ബഹ്റൈനിലെ മനാമയിൽ നടന്ന സോണൽ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ISF പ്രസിഡന്റിൻ്റെയും യോഗത്തിൻ്റെ മിനിറ്റ്സ് രേഖ കണ്ടെടുത്തിരുന്നു. പാർട്ടിക്ക് ആവശ്യമായ മാനവശേഷിയും വിഭവങ്ങളും ലഭ്യമാക്കണമെന്നും പാർട്ടിയുടെ ധനസമാഹരണ ലക്ഷ്യങ്ങൾ
സൗദി അറേബ്യയുടെ സോണൽ യൂണിറ്റുകൾക്കാണെന്നും യോഗത്തിൽ പങ്കെടുത്ത MK ഫൈസി പറഞ്ഞിരുന്നത് ഈ രേഖയിലുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്നതിനായി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച ഫണ്ടുകളുടെ പ്രധാന ഉപഭോക്താക്കൾ SDPI ആണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ ഫണ്ട് SDPI ഉപയോഗപ്പെടുത്തി. പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് SDPIയിലേക്ക് എത്തിയ പണത്തിൻ്റെ രേഖകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. അതിനർത്ഥം നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് പണം ഇവരിലേക്ക് എത്തിയത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണമാണ് SDPIയിലേക്ക് എത്തിയത് എന്ന് രേഖകൾ ഉണ്ടാവാതിരിക്കാൻ SDPI പരമാവധി ശ്രമിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള മുഖമായാണ് SDPIയെ ഉപയോഗപ്പെടുത്തിയത്. SDPIയും പോപ്പുലർ ഫ്രണ്ടും രണ്ട് വ്യത്യസ്ത സംഘടനകളാണ് എന്ന് നേതാക്കൾ പറയുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന SDPIയിലൂടെ നടപ്പാക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണക്കുകൂട്ടുന്നു. ചുരുക്കത്തിൽ ശക്തമായ തെളിവുകളും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SDPI പൂട്ടാനുറച്ച് കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമൊക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായി കേരളത്തിൽ സജീവ രാഷ്ട്രീയ പന്താവിലേക്ക് SDPI തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു. ഒരു വശത്ത് LDFും മറുവശത്ത് UDFും ഒക്കെ SDPIയുടെ പിന്തുണയ്ക്കായി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിലെ സവിശേഷമായ SDPI രാഷ്ട്രീയത്തിനാണ് പൂട്ടിടാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നടപടിയെ യഥാർത്ഥത്തിൽ കേരളത്തിലെ LDFും UDFും ഒക്കെ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ അടുത്തിടെ നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ജയിച്ചത് SDPI ആണ്. ഇത്തരത്തിൽ കേരളത്തിൽ വളർന്നു കയറുന്നതിനിടയിലാണ് ഇപ്പോൾ SDPI പൂട്ടാനുറച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ചുരുക്കത്തിൽ SDPIക്ക് പൂട്ടിടും എന്നുറപ്പിക്കുന്ന നീക്കങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. MK ഫൈസിയെ ആദ്യം വീഴ്ത്തിക്കൊണ്ട് ഇപ്പോഴിതാ SDPI ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ശക്തമായ റെയ്ഡുകൾ. തുടർന്ന് സംഘടനയെ നിരോധിക്കുന്ന തലത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.